ടു അവർ ചാനൽ. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ആർട്ട് വീഡിയോ അല്ല, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ് ഇന്ന് വന്നെത്തിക്കുന്നത്, നമ്മുടെ ക്യാരറ്റ് ഹൽവ. അപ്പം ഞാനിവിടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത് ഡൽഹി ക്യാരറ്റ് വെച്ചിട്ടാണ്, നമ്മുടെ സാധാരണ ക്യാരറ്റ് വെച്ചിട്ടല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൽഹി ക്യാരറ്റ് ഒന്നും നാട്ടിൽ അവൈലബിൾ ഒന്നും ആവില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സാധാരണ ക്യാരറ്റ് വെച്ചിട്ടും ചെയ്യാവുന്ന തന്നെയാണ്, ചെറിയൊരു ടൺ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം ഞാനിവിടെ ഒരു വലിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏതാണ്ട് പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശേഷം അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു 3 കപ്പോളം ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഡൽഹി ക്യാരറ്റ് ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ക്യാരറ്റ് വെച്ചിട്ടും ഇതേ സെയിം പ്രോസസ് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ പാല് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് ഷുഗറാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. കൂടെ ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമ്മളിതിങ്ങനെ സിമ്മ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇത് നന്നായി ഡ്രൈ ആയിട്ട് എടുക്കുക, അടി പിടിക്കാതെ നോക്കണം. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. നല്ല അതിൻ്റെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ബദാമാണെങ്കിലും അതുപോലെ തന്നെ പിസ്ത, കാഷ്യൂ നട്ട് എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത്, എൻ്റെ കയ്യിലിപ്പോൾ കാഷ്യൂ നട്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ ബദാമും അതുപോലെ തന്നെ പംകിൻ സീഡുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗീയിൽ വറുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഡയറക്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ ഗീയിൽ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല. അധികം ഗീ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. കുട്ടീസ്, ബൈ.